നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ മുന്നണിയുമായി PV അൻവർ വന്നു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയും മുന്നണിക്കൊണ്ട് സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, വിവരങ്ങൾ. PV അൻവർ മത്സരിക്കുമെന്നുള്ളതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു മുന്നണി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി JPPM എന്നാണ് ഈ മുന്നണിക്ക് പേരിട്ടിരിക്കുന്നത്. PV അൻവറിന്റെയും മമതാ ബാനർജിയുടെയും ചിത്രം പതിച്ച ഒരു പോസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിരിക്കുകയാണ്. തൃണമൂലിന്റെ പിന്തുണയോട് കൂടിയാണ് ഈ ഒരു മുന്നണി പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഇതുവഴി PV അൻവർ ലക്ഷ്യമിടുന്നത് UDF-ലെയും LDF-ലെയും അസംതൃപ്തരുടെ വോട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ള നിഷ്പക്ഷരായ നിരവധിയായിട്ടുള്ള വോട്ടുകളും ഈ മുന്നണി പ്രഖ്യാപനത്തിലൂടെ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് PV അൻവർ കണക്കുകൂട്ടുന്നത്. പ്രത്യേകിച്ച് വ്യാപാരികൾ അടക്കമുള്ളവർ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം PV അൻവർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു മുന്നണി പ്രഖ്യാപനമാണ് PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ PV അൻവർ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി PV അൻവർ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. പ്രത്യേകിച്ച് പൂവും പുല്ലും എന്നീ ചിഹ്നത്തിൽ തന്നെയായിരിക്കും PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് മത്സരിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ചിഹ്നം പാർട്ടി അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചില ദേശീയ നേതൃത്വത്തിന്റെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ വേണ്ടി നിലമ്പൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. വളരെ സൂക്ഷ്മമായി തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിസൾട്ട് നടക്കുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു അവലോകനമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിലെ പ്രതിനിധികൾ നിലവിൽ കോഴിക്കോട് മലപ്പുറത്തും എത്തിക്കൊണ്ട് നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും PV അൻവർ പുതിയൊരു മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുവഴി കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് PV അൻവർ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കായിരിക്കും കൂടുതൽ നഷ്ടം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് UDF-ന്റെ വോട്ടായിരിക്കുമോ LDF-ന്റെ വോട്ടായിരിക്കുമോ, അൻവർ അത്രത്തോളം വോട്ടുകൾ സമാഹരിക്കും ഈ ഒരു പുതിയ നീക്കത്തിലൂടെ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. SKN.